നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന പഴത്തൊലികൾ, പച്ചക്കറി വേസ്റ്റുകൾ, ആഹാരാവശിഷ്ടങ്ങൾ എന്നിവ എങ്ങനെ എളുപ്പത്തിൽ നല്ല രീതിയിൽ വളമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മികച്ച രീതിയാണ് ബൊക്കാഷി കമ്പോസ്റ്റിംഗ്. ഇതാണ് ബൊക്കാഷി ബക്കറ്റ്. ഇന്ന് നാം നോക്കാൻ പോകുന്നത് ബൊക്കാഷി ബക്കറ്റ് ഉപയോഗിച്ച് എങ്ങനെ കമ്പോസ്റ്റിംഗ് ചെയ്യാം എന്നതാണ്. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. അതിനകത്ത് ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഈ ഫിൽറ്ററിന് മുകളിലാണ് മാലിന്യങ്ങൾ ഇടുന്നത്. ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്തായി ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ടാപ്പിൽ കൂടെയാണ് ലിക്വിഡ് ഫെർട്ടിലൈസർ ശേഖരിക്കുന്നത്. ഈ പാക്കറ്റിലുള്ളത് ബൊക്കാഷി മിക്സർ പ്ലസ്. ഇത് മാലിന്യങ്ങൾ അഴുകാൻ സഹായിക്കുന്നു. വായു കടക്കാത്ത ജാറിൽ ബൊക്കാഷി മിക്സർ പ്ലസ് ഭദ്രമായി അടച്ചു വയ്ക്കുക. ഉപയോഗത്തിന് ശേഷം നന്നായി അടച്ചു വയ്ക്കാൻ മറക്കരുത്. തുറന്നു വയ്ക്കുന്നത് അത് കേടുവരുത്താൻ കാരണമാകും. 200 ഗ്രാം ശർക്കരയും തന്നിട്ടുണ്ട്. ഇത് ബൊക്കാഷി ബക്കറ്റിന് അടിയിലായി ഇടാൻ വേണ്ടിയിട്ടാണ്. ബൊക്കാഷി ബക്കറ്റിന് അടിയിലായി 200 ഗ്രാം ശർക്കരയും 1 സ്പൂൺ ബൊക്കാഷി മിക്സറും പ്ലസും ചേർക്കുക. അതിനുശേഷം ഫിൽറ്റർ വയ്ക്കുക. ഫിൽറ്ററിന് മുകളിലായി പേപ്പർ വയ്ക്കുക. ഇത് ബൊക്കാഷി മിക്സർ അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പേപ്പർ വെച്ചതിന് ശേഷം ബൊക്കാഷി മിക്സർ വിതറുക. എന്നിട്ട് മാലിന്യങ്ങൾ അതിനകത്തോട്ടിടുക. പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ്, കറി, സാമ്പാർ, രസം, ചൂടുള്ള ഭക്ഷണം, കേടുവന്ന ആഹാരം ഇവ ഇടാൻ പാടില്ല. ചോറ്, ചപ്പാത്തി, റൊട്ടി, പഴത്തൊലികൾ, പച്ചക്കറികൾ, ഇറച്ചി, മീൻ, പാകം ചെയ്ത ഇറച്ചിയോ പച്ചക്കറികളോ, മുട്ടത്തോടോ, ദോശ, ഇഡ്ഡലി പോലുള്ള അരി കൊണ്ടുണ്ടാക്കിയ ഖരഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിനകത്ത് നിറയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഓരോ 2 ഇഞ്ച് ഘനത്തിന് മുകളിലായി ബൊക്കാഷി മിക്സർ പ്ലസ് വിതറുക. എന്നിട്ട് നല്ല എയർ ടൈറ്റായിട്ട് അടയ്ക്കുക. സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് ഇത് സ്ഥാപിക്കുക. സ്ഥാപിച്ചു കഴിഞ്ഞു. ഞാനും ആദ്യമായിട്ടാണ് ബൊക്കാഷി ബക്കറ്റ് ഉപയോഗിക്കുന്നത്. ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഉപയോഗിച്ചിട്ടുള്ളവർ വിവരങ്ങൾ കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ.